മാന്യ പ്രേക്ഷകർക്ക് ഫാമിലി പ്രൊഡക്ഷൻസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കരമന ബോയ്സ് ഹൈസ്കൂളിൽ 1976-77 കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തൊരുമിച്ച് ഓർമ്മക്കൂട്ടം എന്ന അവരുടെ സംഘടനയുടെ കീഴിൽ 2026 ഓണാഘോഷം അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം കരമന ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് അതിവിപുലമായി നടത്തുകയുണ്ടായി. ഈ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് കരമന വാർഡ് കൗൺസിലർ കരമന ശ്രീ അജിത് അവർകളായിരുന്നു. ഇവിടെ നടന്ന ഈ ഓണാഘോഷ പ്രോഗ്രാമിൻ്റെ പ്രസക്ത ഭാഗങ്ങളുടെ വീഡിയോ ഫാമിലി പ്രൊഡക്ഷൻസ് കേരള യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഫാമിലി പ്രൊഡക്ഷൻസ് കേരള യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ, അത് ഞങ്ങളിലൂടെ പ്രിയതരമാക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം തുടങ്ങാൻ താമസിച്ചു പോയി. ആദ്യമായിട്ട് നമ്മുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട അബ്ദുൾ റഷീദ് പ്ലീസ് കം. സെക്രട്ടറി നമ്മുടെ മുരളീധരൻ, നമ്മുടെ ഭാരവാഹികളൊക്കെ ഇവിടെ ഇരിക്കാം. നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര ബാബു, ഈശ്വര പ്രാർത്ഥനയാണ്. പ്രകൃതിക്കെന്തൊരു പരമാനന്ദം തേജസ്സിൽ, പറവകൾ പാടും പുഴകൾ ചിരിക്കും പാതകളെല്ലാം തെളിയുന്നു. ആകാശങ്ങളിൽ അലകടലുകളിൽ നീർപ്പോളകളായി അലയുന്ന ഗോള സമൂഹ സദർത്തങ്ങളിൽ നടമാടും കതിരേ പൊൻകതിരേ, എന്നുടെ ഉള്ളിൽ നിറഞ്ഞു വിളങ്ങും പുണ്യപ്പൊരുളെ പരം പൊരുളേ, എന്നും നേർവഴി കാട്ടുക നീയെ മുന്നിൽ വസന്ത പുലരൊളിയായി. ഔദ്യോഗികമായിട്ടുള്ളത് ആരംഭിക്കുകയാണ്. ഈ കഴിഞ്ഞ 6-7 മാസമായതേ ഉള്ളൂ രൂപീകരിച്ചിട്ട്. നമ്മുടെ ആദ്യത്തെ ഓണാഘോഷമാണ്. നമ്മുടെ ഓണപ്പൂക്കളുടെ നിറങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലും ധാരാളം നിറങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലേറ്റവും മനോഹരമായ നിറമെന്ന് പറയുന്നത് നമ്മൾ ഈ സ്കൂൾ മുറ്റത്ത് കളിച്ച് പഠിച്ച് വളർന്നതാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ എല്ലാവരുടെയും ഒരു മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്. അത് ഇന്നും നമ്മൾ പുലർത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്കൂൾ ബെല്ലടിച്ച് ഏകദേശം 50 വർഷം അടുക്കാറായി. ഈ 50 വർഷം കഴിഞ്ഞിട്ടാണ്, 10ാം ക്ലാസ് സ്കൂൾ ബെല്ലടിച്ചിട്ട് 50 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സഹപാഠികളെല്ലാവരും നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ, വിദേശങ്ങളിൽ എല്ലായിടത്തും പോയി ജോലി സമ്പാദിച്ചു. കുടുംബമായി വീണ്ടും ഈ സ്കൂളിൽ 1ാം ക്ലാസ്സായി എത്തിയിരിക്കുകയാണ്. അതൊരു സന്തോഷ വർത്തമാനമാണ്. അതിൻ്റെ പേരാണ് ഓർമ്മക്കൂട്ടം. ഈ കൂട്ടായ്മ ഏകദേശം 50ഓളം പേരുണ്ട്. 50ഓളം പേരുടെ ഫാമിലിയെ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ഓണപരിപാടി സംഘടിപ്പിച്ചത്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, ഇനി വരും. എന്തായാലും ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. നമ്മൾ ഈ സ്കൂളിൽ പഠിച്ച കാലത്ത് ധാരാളം അധ്യാപകർ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് നളിനി ശ്രീനിവാസൻ ഒരു അച്ഛൻ, അതുപോലെ രാമൻ നായർ സാറ്, വലേറിയൻ സാറ്, അമ്പിയമ്മ ടീച്ചർ, തങ്കമ്മ ടീച്ചർ, ഇങ്ങനെ അനവധി ടീച്ചേഴ്സുണ്ട്. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു രാജലക്ഷ്മി ടീച്ചറാണ് നമ്മുടെ ഈ ഓർമ്മക്കൂട്ടം എന്ന് പറയുന്ന പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചത്. അവരും ഇന്നും ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ വന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ഉണ്ട്. അവരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചങ്കായ സഹപാഠികൾ ധാരാളം പേരുണ്ട്. എല്ലാവർക്കും അവരുടെ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ളവരെ പലർക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളുടെ ഓർമ്മയുണ്ട്. അവരെല്ലാം നമ്മുടെ ഓർമ്മയുടെ ചിത്രത്താളുകളിൽ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടിയും നമ്മുടെ വിട പറഞ്ഞു പോയിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ വിട പറഞ്ഞവർക്ക് വേണ്ടിയിട്ടും
നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം എണീറ്റ് നിൽക്കാം. ഹലോ. കോട്ടയ്ക്കകം മുരളി അവരുകളെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് സഹപാഠികളുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട് സമയം ചെലവഴിക്കുമ്പോഴാണ്. പിന്നെ നമ്മുടെ കരമന അജിത്ത്, അദ്ദേഹം അന്ന് കൗൺസിലർ അല്ലെങ്കിൽ കൂടിയും വളരെ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഗെറ്റ് ടുഗദറിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു ഗംഭീര പരിപാടിയായി അന്ന് മുൻ മന്ത്രി വി എസ് ശിവകുമാർ സാറ്, മുൻ മന്ത്രി ശിവൻകുട്ടി സാറ് ഒരുപാട് പേരെ വിളിച്ച്, അത് മൊത്തം ഗെറ്റ് ടുഗദറാണ്. ഇവിടെ ഇതിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. അത് ഏറ്റവും ആത്മാർത്ഥമായി ഈ പരിപാടിയിൽ വിജയത്തിന് മുതൽക്കൂട്ടായ ഞങ്ങളുടെ അതായത് 1977 SSLC പഠിച്ച് പുറത്തിറങ്ങിയവരുടെ ഈ സംഘടന ഓർമ്മക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഷീദിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഉദ്ഘാടകനാണ്. നമുക്കറിയാം ശ്രീ കരമന അജിത്ത്. അദ്ദേഹം പണ്ടത്തെ പരിപാടി ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് വന്നു. ഇപ്പോൾ അദ്ദേഹം ഉദ്ഘാടകനായി, ഇവിടുത്തെ കൗൺസിലറാണ്. എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന, ഇവിടെയും ഒരു 100 പരിപാടിക്കിടയിലും ഓടിയെത്തി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ശ്രീ കൗൺസിലർ കരമന അജിത്തിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കരമന ഹരി, അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. മുൻ കൗൺസിലറാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം കേരള ഓട്ടോമൊബൈൽസിൻ്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ആയിരുന്നു. ഗുരുഗോപിനാഥ് നാട്യകലാ പഠന കേന്ദ്രത്തിൻ്റെ പ്രധാന അമരക്കാരനായിരുന്നു. അങ്ങനെ ഒത്തിരി പരിപാടികൾ, ഒരു മികച്ച സംഘാടകനാണ്. പിന്നെ പാർട്ടിയിലും നമ്മൾ പൊളിറ്റിക്സ് പറയേണ്ടെന്ന് ആദ്യമേ നമ്മളൊരു തീരുമാനം എടുത്തു. പാർട്ടിയിലും നല്ല ഉന്നത സ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ കരമന മാഹിൻ, പൂർവ്വ വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന കാലത്ത്, ഞാൻ അതായിട്ട് പറയുകയില്ല, തെറ്റിദ്ധരിക്കരുത്, ഒരു പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ അദ്ദേഹം പൊളിറ്റിക്സ് മാറി. പഠിക്കുമ്പോൾ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. പുള്ളി മുദ്രാവാക്യം വിളിക്കുമ്പോൾ എട്ടും പൊട്ടും തിരിയാൻ നമ്മളുമൊക്കെ ആവേശത്തോടെ ഏറ്റുവിളിച്ചിട്ടുണ്ട് ആ മുദ്രാവാക്യം. അങ്ങനെ കത്തി നിന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുവട് മാറ്റി, പൊളിറ്റിക്സ് പറയുന്നില്ല, വേറെ പൊളിറ്റിക്സിൽ പോയി. അവിടെയും ഉന്നത സ്ഥാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. സീഡിറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ശ്രീ കരമന മാഹിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ബാക്കിയെല്ലാം നമ്മുടെ ഔദ്യോഗിക ആളുകൾ തന്നെയാണ്. ഇതിൻ്റെ കോർഡിനേറ്റർ സത്യനാഥ്, സത്യം പറഞ്ഞാൽ പുള്ളി പ്രസിഡന്റ് കഴിഞ്ഞാൽ സെക്രട്ടറിയാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെങ്കിലും പുള്ളി എല്ലാം ഏറ്റെടുത്ത്, അതുകൊണ്ട് ഞാനൊന്നും ഒരു പൊടിക്ക് ഒതുങ്ങും. പിന്നെ ഞാൻ വലിയ കൊട്ടേഷൻ എടുക്കാം, ചെറിയ പലയിടത്തും ചെന്ന് സംഘടിപ്പിക്കുന്ന ഞാനാണ്. സുഹൃത്ത് സത്യനാഥ്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറെ സ്വാഗതം ചെയ്യുന്നു. കരമന ജയനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗമാണ്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇന്ന് കൃതജ്ഞത പറയുന്നത് ഓർമ്മക്കൂട്ടം ജോയിൻറ്റ് സെക്രട്ടറി സോമേഷ് കുമാറാണ്. സോമേഷ് കുമാർ രാവിലെ 7 മണിക്ക് വന്ന് ഇവിടെ അത്തപ്പൂവൊക്കെ ഇട്ട്, ഞാൻ അല്പം ലേറ്റായിട്ട് വന്നു. പിന്നെ ഞാനും കൂടെ ചെറുതായിട്ട് രീതിയിൽ സഹകരിച്ചു. ഇപ്പോൾ സോമേഷ് കുമാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ശബരിമലയിൽ വന്ന് പാടാറുണ്ട്. എക്സൈസ് ഉദ്യോഗസ്ഥരെ നയിച്ചുകൊണ്ട് ഗാനമേള നടത്താറുണ്ട്. അപ്പം ശബരിമല PR ആയിരുന്ന എൻ്റെ കൺട്രോളിലായിരുന്നു സ്റ്റേജ്. അത്യാവശ്യം സൗകര്യങ്ങൾ ഞാനും ചെയ്തു കൊടുക്കും. അങ്ങനെയുള്ള പ്രിയ സുഹൃത്ത് കരിമം മുരളിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. എബിൻ അധ്യാപകനാണ്. നമ്മൾ മുമ്പൊരു ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയപ്പോൾ അദ്ദേഹം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. HMന് ക്ഷണിച്ചു. HMന് തിരക്കായതുകൊണ്ട് എബിനെ സ്കൂളിൻ്റെ പ്രതിനിധിയായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ എബിൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
പിന്നെ നമ്മൾ ക്ഷണിച്ച് ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സഹപാഠികൾ ഉണ്ട്, അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. അതിലൊരാളെ പേര് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരെയും പേര് പറയുന്നില്ല. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം, സുസ്വാഗതം. നമ്മുടെ ഉദ്ഘാടകൻ കൗൺസിലർ ശ്രീ അജിത് അവരുകളെ, സെക്രട്ടറി അത് മുൻ മുരളി കോട്ടയ്ക്കകം, മുൻ കൗൺസിലറും എൻ്റെ സഹപാഠിയുമായിരുന്ന കരമന ഹരി, മാഹീൻ കരമന, എബിൻ സാറ്, കരുമ മുരളി, നമ്മുടെ ഈ ഓർമ്മ കൂട്ടായ്മ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ആട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുന്ന വാചകമുണ്ടായിരുന്നു. ഞാൻ എഴുതി കൊടുക്കുന്ന ഒരുപാട് കൂട്ടുകാർക്ക് എഴുതി കൊടുത്തിട്ടുള്ള വരികളുണ്ടായിരുന്നു. അതൊരു പഴയ സിനിമാ ഗാനത്തിൻ്റെ വരികളാണ് ഞാൻ എഴുതി കൊടുത്തത്. നിറഞ്ഞ കണ്ണുകളോടെ നിശബ്ദ വേദനയോടെ പിരിഞ്ഞു പോണവരെ വിധിയുടെ കൈകൾക്കറിയില്ല നമ്മുടെ ഹൃദയവേദന. ഒരുമിച്ച് കൂടി ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഒരു അവസരം തന്ന സർവശക്തനായ ദൈവത്തിന് നമിക്കുന്നു. കാരണം നമ്മുടെ കൂടെ പഠിച്ച പല സഹപാഠികളും ഇന്ന് ഭൂമിക്ക് മുകളിലില്ല. അവരെ നോക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന വളരൊരു ഗിഫ്റ്റാണ്. നാം എല്ലാം ഭാരതത്തിൻ്റെ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ജീവിച്ച് നമ്മുടെ തലമുറയ്ക്ക് മാതൃകയാകണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാർഡ് കൗൺസിലർ അജിത്തിൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ഓണാഘോഷ പരിപാടിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഓർമ്മക്കൂട്ടത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റഷീദക്ക, എൻ്റെ അധ്യാപകനുമായ ശ്രീ കരമന കോർഡിനേറ്റർ ശ്രീ സത്യനാഥൻ ബി, മറ്റു വേദിയിലും സദസ്സിലും ഒക്കെ ഇരിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ആരംഭിച്ച ഒരു കൂട്ടായ്മയാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷവും ഞാനിവിടെ സ്കൂൾ പ്രവേശനോത്സവത്തിന് വരുന്ന സമയത്ത് ഓർമ്മക്കൂട്ടത്തിൻ്റെ സജീവമായ സാന്നിധ്യം എപ്പോഴുമുണ്ട്. എല്ലാ ദിവസവും ഈ സ്കൂളിൻ്റെ പടിവാതിക്കൽ വരുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെയും ഞാൻ ഈ സ്കൂളിൽ വന്നിരുന്നു. ഇവിടെ ഓണാഘോഷത്തിൻ്റെ പരിപാടി നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടും ഞാൻ ഈ സ്കൂളിൽ വന്നിരുന്നു. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇടമാണ് നമ്മുടെ കരമന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാനന്ന് KC ആയിരുന്നു. ഞാനും ഇന്നത്തെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനുമൊക്കെ KSU എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് KSU ഒരിക്കലും ജയിക്കാൻ സമ്മതിക്കില്ല SFIക്കാർ. പല മത്സരങ്ങളും ഞാനിവിടെ മത്സരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു.
ഒരു പ്രാവശ്യം മത്സരിച്ച് 2 വോട്ടിന് തോറ്റു, മറ്റൊരു പ്രാവശ്യം മത്സരിച്ച് 1 വോട്ടിന് തോറ്റു. അങ്ങനെ തോൽവി മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള സ്കൂളാണ് ഇത്. പക്ഷേ SSLCക്ക് ജയിച്ചു. പക്ഷേ രാഷ്ട്രീയം ജീവിതത്തിൽ മറ്റൊരു ചുവടുവയ്പ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നടത്തി. തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയം പറയുകയല്ല. സ്കൂളിലെ രാഷ്ട്രീയം അതൊരു രസമായിരുന്നു. ഇന്നത്തെ പോലെയല്ല. എതിർഭാഗത്ത് ഉള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ടുള്ള, ഇന്നും ഇപ്പം ഹരിചേട്ടൻ വന്നിട്ട് ഇവിടെ കൗൺസിലറായിരുന്നു. എന്നെ പഠിപ്പിച്ച പ്രീമിയറിൽ എന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച എൻ്റെ സാറാണ്. ആ ബഹുമാനം സാറും ഞാനുമായി മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് 2015. മനസ്സുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ ഞാൻ ജയിച്ചു എങ്കിലും സാറിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലപ്പോഴും പല കാര്യങ്ങളും ഉപദേശിക്കുവാനും പല നിർദ്ദേശങ്ങളും അദ്ദേഹത്തുമായി പങ്കുവയ്ക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കരമനയുള്ള നിവാസികൾ നമ്മുടെ ഓണത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയുടെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഓണം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കരമനയും കരമന പ്രദേശവും. പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം സഹവർത്തിത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ഒരു കൂട്ടായ ഒരു സമൂഹമാണ് നമ്മുടെ കരമന എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ സംഘർഷങ്ങളില്ലാതെ കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളൊന്നുമില്ലാത്ത സമാധാനപൂർവമായ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ ഈ പ്രദേശത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ജഗദീശനോട് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കുകയാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനോടനുബന്ധിച്ചുള്ള ഓർമ്മക്കൂട്ടം പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ 1 വർഷത്തെ ജൂനിയേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നെക്കാൾ 2 വർഷം സീനിയറാണ് മാഹി. അപ്പോൾ സ്കൂളിൻ്റെ ഓർമ്മയൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചോ ഈ ഗ്രൗണ്ടും സയൻസ് ക്ലബ്ബുമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. 24 മണിക്കൂറും കളിയും സ്പോർട്സും പിന്നെ സയൻസ് ക്ലബിൻ്റെ ചുമതലക്കാരനുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നേരെ എതിരെ തന്നെ വേറെ ട്യൂട്ടറി കോളേജ് തുടങ്ങി. അവിടെ അധ്യാപകനെ എങ്ങനെയാണ് അജിത്തിനെയൊക്കെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി സംഗമത്തെക്കുറിച്ച് ഇവിടെ മുരളി സൂചിപ്പിക്കുകയുണ്ടായി. വലിയ ഗൃഹാതരത്വം വളർത്തുന്ന ഒരു സംഗമമായിരുന്നു ആ സംഗമം. നിശ്ചയമായിട്ടും നമുക്ക് വിട്ടുപോയി എന്ന് കരുതുന്നവരെ കാണാൻ, പിന്നെ ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ വരുമ്പോൾ അവിടുത്തെ കുടുംബത്തെയും കൂടി കാണാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം തന്നെയാണ്. ഇത് സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. പൂർവ്വകാല വിദ്യാർത്ഥികളെ, അധ്യാപകരെ എല്ലാവരെയും ആർദ്രമായി ഞാൻ സ്വാഗതം അർപ്പിക്കും. ഞാൻ ഈ 2 വാക്കിൽ ഒതുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. എൻ്റെ ഓർമ്മകൾ എങ്ങനെയെന്ന്, ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാനൊരു കുട്ടിയായിരുന്നു. എൻ്റെ അമ്മ എന്നെ കാണാൻ, കടൽ കാണാൻ കൊണ്ടുപോയ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ആ മഹാസമുദ്രം കണ്ട് ഞാൻ അന്താളിച്ചു നിന്നു. എൻ്റെ മനസ്സിൽ വിസ്മയങ്ങളുണ്ടായി. ഇങ്ങനെ ഒരു കടൽ, തിരമാലകൾ ഉയർന്നു പൊങ്ങി, ആ തിരമാലകൾ എൻ്റെ കാൽപാദങ്ങളെ തഴുകി താഴോട്ട് പോകുന്നതും ആഞ്ഞടിക്കുന്ന തിരമാലകളും ഇത് കണ്ട ആ കുട്ടി കടലിനോട് ചോദിച്ചു, കടലേ എനിക്ക് എന്തു തരും? കടൽ മറുപടി പറഞ്ഞു, തിരമാലകളും താണ്ടി എൻ്റെ അഗാധതയുടെ അടിത്തട്ടിൽ വന്നാൽ നിനക്ക് മുത്തു തരാം, പവിഴം തരാം, മാണിക്യം തരാം. അതുപോലെ ഈ സ്കൂളാകുന്ന ഈ സരസ്വതി ആലയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ തന്നെ നിന്ന് ചോദിച്ചു, ഈ സ്കൂൾ എനിക്ക് എന്ത് തരുമെന്ന്. എനിക്ക് മുത്തു തന്നു, പവിഴം തന്നു, മാണിക്യം തന്നു. ഞാൻ ഇന്ന് വളരെ കുഴപ്പമില്ലാത്തൊരു ജീവിത രീതിയിലേക്ക് പോകാനും എനിക്ക് കഴിഞ്ഞു.
എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് എനിക്ക് കിട്ടാത്ത ഒരു ജോലിയും സർക്കാർ ജോലിയും കിട്ടി. എന്നെ രൂപാന്തരപ്പെടുത്തി എടുത്തത് ഈ വിദ്യാലയമാണ്. കഴിഞ്ഞതിൽ ഞാനും തൃപ്തനാണ്. ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് തന്നെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഞാനൊരു ചെറിയ തിരക്കിലാണ് ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കുറേ താമസിച്ചു പോയി. അപ്പം ഒന്ന് തല കാണിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് ഞാൻ കയറിയിരുന്നപ്പം നല്ല മനോഹരമായ പാട്ട് ഇവിടെ നടക്കുന്നു. അപ്പം പാട്ട് കഴിഞ്ഞിട്ട് പോകാമെന്നായി അടുത്ത എൻ്റെ തീരുമാനം. പാട്ട് കഴിഞ്ഞപ്പം നിങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടെ ജീവിതാനുഭവം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പോകാമെന്നായി എൻ്റെ അടുത്ത തീരുമാനം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരോ പരിപാടിയിലോട്ട് കിടക്കുമ്പോൾ ഓരോന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിനെ പാവപ്പെടുത്തി. കാരണം തിരക്കുണ്ടെങ്കിലും ഇത് കേൾക്കുമ്പം മനസ്സിന് വല്ലാത്ത സന്തോഷം. പ്രത്യേകിച്ചും 77 ബാച്ചിൽ പഠിച്ചിരുന്നവർ, 50 വർഷം മുമ്പ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോയവർ, നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കഴിവുകളും ഇവിടെ പ്രകടിപ്പിക്കുമ്പം അത് കണ്ടില്ല എന്ന് പറഞ്ഞ് തിരക്കുണ്ടെങ്കിലും പോകാൻ മനസ്സ് വന്നില്ല. ശരിക്കും 50 വർഷമായിട്ട് നിലനിർത്തുന്ന നിങ്ങളുടെ സൗഹൃദവും സ്നേഹവും അതുപോലെ ഇനിയും തുടരണം. അടുത്ത കൂട്ടായ്മയിൽ ഇതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ഇവിടെ വരണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ആദ്യമായ ആശംസകൾ നേരുന്നു. അതുപോലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ പലരും എന്നെ നോക്കി ചിരിക്കാറുണ്ട്. പക്ഷേ ആ പഴയ ചിരികൾ ഇന്നും ഞാൻ കാണാറുണ്ട്. എന്നാലും ഈ വേദിയിൽ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത പറയുന്നതിന് വേണ്ടി സോമേഷ് കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സദ്യ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് അടുത്ത വീണ്ടും പാട്ടുകൾ ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് കസേര കളിയുണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കർത്തവ്യം ഇന്നത്തെ ഈ ചടങ്ങിലെ കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണ്. 1970 ബാച്ചിലെ കരമന സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കളെല്ലാം കൂടിയ ഈ കൂട്ടായ്മയും ഈ ഓണ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കരമന വാർഡ് കൗൺസിലർ ശ്രീ അജിത്ത് അവർക്ക് എൻ്റെ പേരിലും കൂട്ടായ്മയുടെ പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുൻ കൗൺസിലർ ശ്രീ ഹരി, ശ്രീ മാഹീൻ, ഈ സ്കൂളിലെ അധ്യാപകൻ ശ്രീ എബി അവർക്കും എൻ്റെ പേരിലും കൂട്ടായ്മയുടെ പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. 50 കൊല്ലത്തോടടുക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ വിവിധ രീതിയിൽ ജീവിച്ച് കഴിഞ്ഞു പോയവർ കാണാതിരുന്ന് ഒരുമിച്ച് കണ്ടപ്പോൾ അതൊരു കൂട്ടായി വന്ന് എല്ലാവരും കൂടെ കൂട്ടായി ചേർന്ന എൻ്റെ കൂട്ടുകാരായ ഓരോരുത്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു. നമസ്കാരം. 1976-77 കാലഘട്ടത്തിൽ കരമന ഹൈസ്കൂളിലെ ബോയ്സ് ഹൈസ്കൂളിലെ സ്കൂൾ ലീഡർ ഞാനായിരുന്നു. എൻ്റെ പേര് സതീഷ് കുമാർ എന്നാണ്. എനിക്ക് തൊട്ട് മുൻപ് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ ലീഡർ റഷീദായിരുന്നു. അന്ന് ചെയർമാൻ ബ്രിങ്സ്റ്റൺ ആയിരുന്നു. അല്ലേ? ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡറും ശ്രീകുമാർ ആയിരുന്നു, നെടുങ്കാട് എന്ന് പറയുന്ന ശ്രീകുമാർ ആയിരുന്നു സ്കൂൾ ചെയർമാൻ. തിരുവോണത്തിൽ കോടിയുടുക്കാൻ കൊതിക്കുന്നു.
നാലു മണിപ്പൂവേ നാടുണർന്നു മഴക്കാറുണർന്നു 4 മണിപ്പൂവേ നീ ഉണരില്ലേ 4 മണിപ്പൂവേ നാടുണർന്നു മഴക്കാറുണർന്നു 4 മണിപ്പൂവേ നീ ഉണരില്ലേ മഴക്കാറുണർന്നു 4 മണിപ്പൂവേ കുന്നത്തിനവിലും മലരും പൊന്നമ്പല നടയിൽ വെച്ച് നിറയോ നിറയോ പൊന്നാവണി നിറതറ വച്ചു ഇത് ശ്യാമസുന്ദര കിരകിരാർ ഭൂമി ദുരമഹിത ലളിത കലകൾ വിരിയും മലർവാടി ജനജീവിത ഫലദാന സമ്പല ഭൂമി സരസുകളുടെ നാട്ടിൽ അമ്പര പൂമരച്ചോട്ടിൽ സ്വപ്നങ്ങളതിനെ പല വീശി പിടിച്ചൊരു സ്വർഗവാഹനമാക്കി ആവാഹനമേറി പറക്കാനാരോ കരുവാരോ ചന്ദ്രകളപം തീരം ഇന്ദ്രധനുസിൻ പൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഒരു ജന്മം കൂടി എനിക്ക് ചന്ദ്രികയുണ്ടോ ഇനിയൊരു ജന്മം കൂടി Virginia, Blue Mountain, Santa River, like me older than God breeze, younger than the mountains, blowing like the breeze. Country road, take me home to the place I belong. West Virginia, Mama, take me home, country road. I hear her voice in the morning when she calls me. Radio reminds me of my home far away. Down the road I get out yesterday, country road, take me home to the place. ജന്മാന്തരങ്ങളിലൂടെ ഒഴുകി നടന്ന മന്ത്രം ജന്മാന്തരങ്ങളിലൂടെ ഒഴുകി നടന്ന മന്ത്രം സഖ്യാദ്രിസാനുവിലൂടെ പാടി നടന്ന സൂക്തങ്ങൾ എമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം
തങ്കമണി ചുണ്ടലിന്ന് മയിലാട്ടം കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ് കൂടവാ കൂടവാ കൂടത്തുളയാൻ വാ വേമ്പനാട്ട് കായലിന് ചാഞ്ചാട്ടം തങ്കമണി ചുണ്ടലിന്ന് മയിലാട്ടം കുഴലൂതും കാറ്റ് കുളിർകോരും കാറ്റ് കൂടവാ കൂടവാ കൂടത്തുളയാൻ വാ ഉത്രട്ടാതി വള്ളം കളി കാണുകയോ ഇവൾ പത്രാസ് നമ്മളെ കാട്ടുകയോ ചിരിക്കല്ല പെണ്ണ കല്യാണി നിന്റെ പാറത്തെ പുള്ളി എന്നെ നീ കുടിക്കിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊടിച്ചിട്ട് എന്നെ നീ കുടുക്കി അരയിലെ അരഞ്ഞാണ് മരക്കെട്ട് കിടക്കുമ്പോൾ എനിക്ക് എന്നെ മോഹങ്ങൾ അണപ്പെട്ടി ഒഴുകുന്നു നോക്കല്ലേ നീ ഒരു തീ നോട്ടത്തി മുന്നെ കൊണ്ട് ചങ്കത്ത് പിടയ്ക്കണം നോക്കല്ലേ നീ ഒരു തീ ഇടിമിന്നലാടി അടുത്ത് നീ പാടി കഥകൾ ചോടി അടുത്തിന് പാടി കവിതകൾ പാടി അരക്കെട്ട് തേടിന് മുടിയിലെ സുഗന്ധത്തിൻ രാമച്ചൻ തേടി മലമുകളിലെ ചുട്ടിച്ചൊറയൊഴുകുന്ന മനമാനന്ദത സുതമത് തേടുന്നു തുമോഹങ്ങൾ കവിതകളാകുന്നു ഉള്ളൊന്നും അറിയാതെ നെഞ്ച് പിടയ്ക്കുന്നു കണ്ണാടി മിന്നുന്ന ചെലോക്കമേയുള്ള പെണ്ണെന്ന് ശൃംഗാരി കഴിവുള്ള കളവാണീക്ക കൂന്തൽ കണ്ടപ്പോൾ കണ്ണൊന്നു മടക്കി. തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായ തിരുവനന്തപുരമായതുകൊണ്ട് തമിഴ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാനായിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഏ അപ്പാ അപ്പാ ഉன்னை போல யாருமே இல்லை எனக்கு யாருமே இல்லை உன் கை வீரலை பிடிச்சு நடந்த காலம் மறக்கலே அந்த காலம் மறக்கலே 10 மாசம் தாய் சுமந்தாய் மொத்தத்தில் நீ சுமந்து 10 மாசம் தாய் சுமந்தாய் மொத்தத்தில் நீ சுமந்து நித்தரத்தை வேர்வ சிந்தி உழைச்ச சாமி ஏ அப்பா அப்பா உன்னை போல யாருமே இல்லை எனக்கு யாருமே இல்லை நம்பிக்கை ஊட்டி வளர்த்த சாமி நீ அப்பா உன் கை வீரலை பிடிச்சு நடந்த காலம் மறக்கல்லே அந்த காலம் மறக்கல்லே. தேங்க்யூ. പുഞ്ചകമ്പാടത്ത് തത്തിക്കളിക്കും പഞ്ചവർണ്ണക്കിളിയേ 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 പടിഞ്ഞാറൻ കാറ്റത്ത് നടനമാടും മയിൽ പേടകളേ മയിൽ പേടകളേ പുത്തൂരം വീട്ടിലെ വീരഗാഥകൾ പാടി നടക്കും പാണം പുത്തൂരം വീട്ടിലെ വീരഗാഥകൾ പാടി നടക്കും പാണൻ പാണന്റെ പാട്ടുകൾ അതേറ്റു പാടി പാറി പാറി പറക്കുന്ന ചിട്ടുക്കുരുവികളെ 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 തെയ്യം താരാ തന്നം ദാനം തെയ്യം താരാ ദിന്തകരോ തെയ്യാറെ താരാ തെയ്യം താരാ ദിന്തക ദിന്തകരോ ഓയ് ദിന്തക ദിന്തകരോ പുഞ്ചകമ്പാടത്തിൽ കളിക്കും പഞ്ചവർണ്ണക്കിളിയേ പഞ്ചവർണ്ണക്കിളിയേ പടിഞ്ഞാറൻ കാറ്റു നടനമാടും മയിൽ പേടകളേ മയിൽ പേടകളേ. சின்ன சின்ன ஆசை சீரகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து வித ஆசை வெண்ணிலவை தொட்டு
முடிந்து வைத்த ஆசை வெண்ணிலவை தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை അതിലൊണ്ട് നേരെ കണ്ണിൽ ചന്ദ്രന്റെ പുലാലാടെ കണ്ണപാടെ കാണും കണ്ടേയോ സ്വപ്നങ്ങളെ കണ്ണാരം പൊത്തി തൊട്ടറിഞ്ഞ് കോണിൽ കണ്ടേ നിരനിരായി പായും നിളയുടെ മാറിൽ തുള്ളാൻ ഉളങ്ങണവാനിൻ മുമ്പെങ്ങാനൊന്നായി തിരി വെള്ളിപ്പു നിറയന്റെ ഈ ഭൂമി കാണും തനിച്ചാക്കി മെല്ലെ പടിയിറക്കുന്നു ചലിക്കുന്ന ഭീതി അതിലുണ്ടോ നീതി ഇളം കുഞ്ഞുനാളിൽ കരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം